കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം നടത്താൻ നിർദ്ദേശം. അഡീഷണൽ എസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എറണാകുളം റൂറൽ എസ്പി വൈഭവ് സക്സേനയാണ് നിർദ്ദേശം നൽകിയത്. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, തന്റെ പാർട്ടിക്കാർ തന്നെയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് കലാരാജു ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം താനൊരു സ്ത്രീയാണ് എന്നുള്ളൊരു പരിഗണന പോലും തന്നിട്ടില്ല എന്ന് പറയുന്നു. ഇന്നലെ 45ഓളം CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് വിശദാംശം? രജനി, കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലുവ റൂറൽ എസ്പിയാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡീഷണൽ എസ്പിയോട് അന്വേഷിച്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ മൂവാറ്റുപുഴ നഗരസഭയിൽ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് CPM കൗൺസിലറിനെ CPM അംഗങ്ങൾ തന്നെ തട്ടിക്കൊണ്ടുപോയത്. ഇവർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയിരുന്നത്. ഈ പോലീസ് സംഘത്തിന്റെ മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളൊരു ആരോപണം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു. ഇന്നലെ മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ളവർ ആരോപിച്ചിരുന്നത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് CPM നേതാക്കളാണ്. അത് പോലീസിന്റെ ഒത്താശയോടുകൂടിയായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് നഗരസഭയ്ക്ക് മുന്നിൽ തന്നെ DYSP അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ആരോപണം ഇന്നലെ മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നതാണ്. മാത്രമല്ല, ഇവർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയില്ല എന്ന് ആവർത്തിച്ചിരിക്കുക തന്നെയാണ് CPM. കലാരാജു ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ പാർട്ടി ഓഫീസിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു. ഇതിൽ കോൺഗ്രസ് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായിട്ടാണ് ഇപ്പോൾ CPM വരുന്നതും. രജനി, ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് ഈ കലാരാജുവിനെ കൊണ്ടുപോയതിന് ശേഷം ഇവരെ പാർപ്പിച്ചിരുന്നത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നു. ഇന്നലെ അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം കലാരാജു തന്നെ മാധ്യമങ്ങളെ കാണുകയും ഈ കാര്യം വിശദമാക്കുകയും ചെയ്തിരുന്നതാണ്. തന്നെ CPM-ന്റെ നേതാക്കളുടെ അറിവോടുകൂടിയാണ്, CPM നേതാക്കൾ തന്നെയാണ് ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയത് എന്നുള്ളൊരു കാര്യമാണ് കലാരാജു പറഞ്ഞത്. ഈ കാറിൽ വെച്ച് തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിരുന്നു. ഈ വാഹനത്തിലേക്ക് വലിച്ച് ഇഴച്ചാണ് കയറ്റിയത്. തന്റെ വസ്ത്രങ്ങൾ കീറിയിരുന്നു. വാഹനത്തിൽ കയറ്റിയതിനു ശേഷം DYFIയുടെ ഒരു നേതാവ് തന്നെ തന്നോട് പറഞ്ഞു കാല് വെട്ടിക്കളയും എന്ന ഭീഷണി മുഴക്കുകയുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുകയുണ്ടായിരുന്നു. പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് മറ്റ് ശാരീരിക ഉപദ്രവങ്ങളൊന്നും തന്നെ ഏറ്റിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇവർ തന്നെ മൂവാറ്റുപുഴയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്യു കുഴൽനാടനും ഒപ്പമുണ്ടായിരുന്നു. മാത്യു കുഴൽനാടൻ ഇന്നലെ പറഞ്ഞത് കൂത്താട്ടുകുളത്തെ ആശുപത്രിയിൽ കലാരാജുവിന് സുരക്ഷയുണ്ടാവില്ല, അതുകൊണ്ടാണ് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. CPM-ഉം ഒപ്പം തന്നെ പോലീസും കൂടി ചേർന്നുകൊണ്ടാണ് കലാരാജുവിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇന്നലെ ഈ കലാരാജു അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നത്. ആ സമയത്ത് പിന്നീട് CPM തന്നെ രംഗത്ത് വരികയും തങ്ങൾ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായിരുന്നു പാർട്ടിയുടെ തീരുമാനമുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM-ലെ മുഴുവൻ കൗൺസിലർമാരും ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നു ഒത്തുചേർന്നിരുന്നത്. ആ കൂട്ടത്തിലേക്കാണ് കലാരാജുവിനെ കൊണ്ടുപോയത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവർ പറഞ്ഞത്. അല്ലാതെ തട്ടിക്കൊണ്ടുപോകലായിരുന്നില്ല. ഒപ്പം അല്ലാതെ കലാരാജു അങ്ങോട്ട് എത്തുകയായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് ഏതായാലും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൂടാതെ ഈ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കലാരാജു തന്നെ പറയുന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയത് തൻ്റെ പാർട്ടിയിലെ തന്നെ നേതാക്കളും പ്രവർത്തകരുമാണ് എന്നുള്ളൊരു പരാതി തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കലാരാജു ഉന്നയിച്ചിരിക്കുന്നത്. ആശുപത്രി വിട്ടതിന് ശേഷം കൂടുതൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കൂടി കലാരാജു വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, എന്തായാലും കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് CPM-കാർ മാത്രമല്ല, പിന്നിൽ പോലീസുകാരുടെ ഒത്താശ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം സത്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസിൽ മൂവാറ്റുപുഴ DYSPക്കെതിരെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഡീഷണൽ SPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കിരൺ കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.